നിങ്ങൾ നാട്ടിലെന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളാണോ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉള്ള ആളാണോ എങ്കിൽ നിങ്ങളുടെ കൺമുമ്പിൽ ഈ വീഡിയോ കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യട്ടെ നാട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. അതായത് ഇപ്പോൾ റീസെൻ്റ്ലി സംഭവം ഞാൻ ഇതിനെക്കുറിച്ച് ഇതേപോലത്തെ വീഡിയോസ് ഞാൻ മുമ്പും 2-3 വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടൊക്കെ. ഇപ്പോൾ റീസെൻ്റ്ലി നടന്നാണ് ഒരു പ്രവാസിയായിട്ടൊരു ഒരാൾ കൺവെൻഷൻ സെൻറ്റർ പണിയാൻ വേണ്ടിയിട്ട് 22 കോടി രൂപയോളം ചിലവാക്കിയിട്ട് അത് അവിടെ കട്ടപ്പൊക്കെ ആക്കി കളഞ്ഞ്. ലാസ്റ്റ് ആൾ മരിച്ച ആൾ, ടെൻഷൻ അടിച്ച് മരിച്ച ആൾ, പ്രഷർ കയറി മരിച്ച് മനുഷ്യനാൾ. ഇപ്പോൾ അതൊക്കെ വേറെ കഥ. ഇതിപ്പോൾ എനിക്ക് അറിയാവുന്ന എൻ്റെ കൺമുമ്പിൽ കണ്ടിട്ടുള്ളൊരു സ്റ്റോറി ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ ഫ്രണ്ട് ഒമാനിലും UAE ആയിട്ട്, എൻ്റെ പേര് ഹർഷിദ്, പ്രത്യേകം പേര് പറയും ഹർഷിദ്. അവന് ഷിപ്പിംഗ് കമ്പനി നടത്തിയിരുന്നു ഇവിടെ. നല്ല രീതിയിൽ പോകുമായിരുന്നു. അവനും അവൻ്റെ ഇക്കയും കൂടിയും നല്ല വെൽത്തി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ നാട്ടിലൊരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു 2-3 പേരൊക്കെ കൂടിയിട്ട് ഒരു നല്ലൊരു ആശയം, അവർ ചെറുപ്പക്കാർ പിള്ളേരാണല്ലോ, അവർ കേരളത്തിൽ ഒരു റിസോർട്ട് സമുച്ചയം ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തു. സംഭവം എല്ലാം കഴിഞ്ഞു. അതിൻ്റെ ഫൈനലായപ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്ത്, അവിടെ ഒരുപാട് കോടികൾ പോയി അവർ കയ്യിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഇവർ തന്നെ എറണാകുളത്ത് ആലുവ റൂട്ടിൽ അങ്ങോട്ട് കാർ വാഷ് തുടങ്ങി. എന്തോ 1.5 കോടി രൂപ ചിലവാക്കിയിട്ട് കേട്ടോ കാർ വാഷിങ് തുടങ്ങി, ഓട്ടോമാറ്റിക് കാർ വാഷ് തുടങ്ങി. ഫസ്റ്റ് ഇയർ അത് കുഴപ്പമുണ്ടാകുന്നില്ല. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്രൂവൽ വേണം, റെയിൽവേയുടെ അപ്രൂവൽ വേണം, മെട്രോൻ്റെ അപ്രൂവൽ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ അത് പൂട്ടിച്ചളഞ്ഞു. ഫുള്ള് പൂട്ടിയത്. ഇതാണ് നമ്മുടെ അവസ്ഥ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ സംഭവം ഓപ്പണാക്കാൻ പറ്റും, പക്ഷെ അത് കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, നടക്കൂല കാര്യത്തിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ നാട്ടിൽ 1 രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യില്ല. അതിനോട് പറ്റിയ അവസ്ഥയല്ല നമ്മുടെ നാട്ടിൽ. ഞാൻ 1.5 വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, നാട്ടിൽ ആരും പൈസ അയക്കില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പം എന്തായി? അതിനെക്കുറിച്ച് TV യിലും വന്നു, മനസ്സിലല്ലേ? അപ്പം ഇതിന് അവസ്ഥ. ഞാനിപ്പോൾ ഇവിടുത്തെ ആൾക്കാരെല്ലാവരും, ഇവിടെ പ്രവാസികളെല്ലാവരും പൈസ ഇപ്പോൾ സൂക്ഷിക്കുന്നത് ഇവിടെ തന്നെയാണ്. നാട്ടിൽക്കാരും വിടുന്നില്ല. നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ അങ്ങനെയാണ്. എന്ത് പാർട്ടി വന്നാലും ഏത് രാഷ്ട്രീയക്കാർ വന്നാലും ഒന്നും മാറാൻ പോകണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ യുക്തിപരമായിട്ടുള്ള തീരുമാനത്തിൽ കൂടെ പോവുക. എന്തെങ്കിലും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാണ്ട് കേരളത്തിൽ പോയിട്ട് ആരും പോയി തല വെക്കരുത് ഞാൻ പറയുള്ളൂ. അനുഭവം ഉണ്ട് ഞാൻ പറഞ്ഞു, വേറെ ഒന്നുമല്ല. എൻ്റെ അടുത്ത് വോയിസ് മെസ്സേജ് ഉണ്ട്, പക്ഷേ അതിൽ കുറേ പാർട്ടിക്കാരൊക്കെ കാര്യം പറഞ്ഞു. എൻ്റെ പേരിൽ ഞാൻ കേൾപ്പിക്കാണ്ടത് അതൊക്കെ ആയിട്ടാണ് നിങ്ങൾ തലയിൽ കൈ വെച്ച് പോകും. അപ്പോൾ ഇതാണ് അവസ്ഥ. 1 രൂപ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ കുറേ നമുക്ക് താമസിക്കേണ്ട ഒരു വീട് അത്യാവശ്യം വേണം, പിന്നെ എന്തെങ്കിലും വരുമാനത്തിന് എന്തെങ്കിലും ചെയ്യാന്നല്ലാണ്ട് വേറെ ഒരു കാര്യം നാട്ടിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗുണം പിടിക്കില്ല, ഉറപ്പണത്. പ്രത്യേകിച്ച് പ്രവാസികളെ. അതേ സ്ഥാനത്ത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണ്, നാട്ടിൽ അവിടെ ഉണ്ടായിട്ട് പണ്ടേ നാട്ടിലുണ്ടായിട്ട് അവർക്ക് ഇതൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതേ സ്ഥാനത്ത് നമ്മൾ നാട്ടിൽ പോയിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ ആവാൻ നോക്കിയാണ്ടല്ല, നമ്മളൊക്കെ അടിച്ചിടാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വരും. അപ്പോൾ ഇതാണ് അവസ്ഥ.